ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു. മഴയും വെയിലും മാറി മാറിയുള്ള ഒരു നല്ല ദിവസം കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് തോമു പോയി. പാച്ചുവിന് ഇന്ന് യോഗ ഡേ ആണ് കേട്ടോ. ഇന്നലെ വായനാ ദിനമായിരുന്നു, ഇന്ന് യോഗ ഡേ. രണ്ടുപേർക്കും, പാച്ചുവിനും തോമുവിനും. അപ്പോൾ ഞാൻ പാച്ചുവിൻ്റെ മെയിനായിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ, പാച്ചുവിൻ്റെ ആണ് ഒന്നും കാണാത്തത്. മറ്റേത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിവൈൻ അന്നാന്ന് ഇടുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ പാച്ചു എന്നെടുത്ത് പറയുന്നത്. എന്നെ സംബന്ധിച്ച് നമ്മുടെ 3 മക്കളും ഒരുപോലെയാണ്. അങ്ങനെ ചാക്കോച്ചൻ നോക്കുകയാണ്, പാച്ചു പുറപ്പെടണത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ യോഗ ഡേ ആയതുകൊണ്ട് തന്നെ അതുപോലെ ഒരു ചെറിയൊരു പാൻറ്റും ബനിയനൊക്കെ ഇടിച്ചിട്ടാണ് കേട്ടോ മൂപ്പര റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ പാച്ചുട്ടൻ പോകാനായിട്ട് റെഡിയായി. അപ്പം അവിടെ വണ്ടി. അപ്പോൾ ഇന്ന് ഭയങ്കര ഉഷാറാണ് മൂപ്പർക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്നും ഇന്നലെയും ഒക്കെ എന്താ പറയുക, കുറേ ലേറ്റായിട്ടാണ് കിടന്നത്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എണീക്കാൻ ഒരിത്തിരി ലേറ്റായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് 10:30 ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ കുട്ടികളൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഇന്ന് കിച്ചണിലേക്ക് കടന്നത് തന്നെ, അവരെയൊക്കെ യാത്രയാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് ബ്രെഡും സ്റ്റൂ ആയിരുന്നു. അപ്പം ഇന്നലെ പറഞ്ഞല്ലോ സ്റ്റൂ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ബ്രെഡും സ്റ്റൂ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അത് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കട്ടൻ കാപ്പി എന്തെങ്കിലും കുടിക്കുക. അത് ഡാഡിയാണ് വെക്കുക സാധാരണ. അത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മളുടെ പാക്കിങ്ങിലേക്ക് കിടക്കും. എന്നിട്ട് പിന്നീട് ഫസ്റ്റ് പാക്കിങ് കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ കാണുമ്പോൾ എപ്പോൾ നോക്കുമ്പോഴും ഡിവൈൻ്റെ കയ്യിലും ഡിമ്പിളുടെ കയ്യിലും ഫോൺ കാണും. പക്ഷെ അത് നിങ്ങൾ സംശയിക്കേണ്ട, വേറെ ഒന്നുമല്ല. അവർ വേറെ ഒന്നും കാണുന്നതല്ല, അവർ ഓർഡേഴ്സ് നോക്കണതും പറയണതാണ് കേട്ടോ. ഞങ്ങളുടെ 4 പേരുടെയും, ഡാഡിയുടെ ആയാലും ഡിമ്പിളുടെ ആയാലും ഡിവൈൻ്റെ ആയാലും എൻ്റെ ആയാലും എപ്പോൾ നോക്കുമ്പോഴും ഫോണുണ്ടാവും. പിന്നെ ഡോൺ വന്നാൽ ഡോണിൻ്റെ കയ്യിലും ഫോണുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവരും ഒക്കെ ഫോണിൽ കൂടിയാണല്ലോ. നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഫോണിൽ കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഫോണുണ്ടാവും. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ അപ്പോൾ ഞാൻ ആ തുണികളൊക്കെ മടക്കി, അപ്പോൾ ഇങ്ങനെ കെട്ടിയത് വലിയ ഉപകാരമായിട്ടോ. തുണികളൊക്കെ അപ്പാപ്പ മടക്കി വയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ രാവിലെ ഇന്ന് പാക്ക് ചെയ്തത്. അപ്പോൾ ആ കമ്മൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ വില കുറവാണ്. എടുക്കുന്നവർ ഒരെണ്ണം ചോദിക്കും, വില ചോദിക്കുമ്പോൾ 2, 3, 5 വരെ എടുത്തവരുണ്ട് കേട്ടോ. അത് 5 കളറാണ് അതിൽ. അപ്പം 6 കളറാണ്. 6 കളർ ഒന്നിച്ചെടുത്തവരുണ്ട്. കാരണം അത്രയ്ക്കേ അതിന് വില വരുന്നുള്ളൂ. ബാക്കിൽ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രസ്സിങ്ങാണ്. നല്ല കമ്മലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് എനിക്കിന്ന് പാക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നവരത്നത്തിൻ്റെയും കുറേ പാറ്റേൺ ഇപ്പോഴും ഉണ്ട്. പിന്നെ നമ്മളുടെ മറ്റേ കല്ലിൻ്റെ വളയും എല്ലാ സൈസും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ സെറ്റ് വരുന്നതാണ്. മാല ഒറ്റയ്ക്കും നമ്മൾ കൊടുക്കും, സെറ്റായിട്ടും കൊടുക്കും. അതേപോലെ ഇതും അതെ. കുറേ പേര് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കേണ്ട സംഭവം, അത് ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും ഞാനത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഇന്നത്തെ പാക്കിങ്ങിലുള്ള സാധനങ്ങളാണ്. പക്ഷേ എക്സ്ട്രാ പീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ലോക്കറ്റും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാം, കണ്ടമാനം പേരത് എൻ്റെ ഇത് വാങ്ങിയിട്ടുള്ളതാണ് സെറ്റ്. ഇത് മറ്റേ ഇത് കിട്ടാനില്ല ഇപ്പോൾ, നമ്മുടെ രുദ്രാക്ഷം 2 ഇഴയായിട്ടുള്ളത്. ഇത് നമ്മളുടെ കോറലും പേളും മോതിരം ഒറ്റ കല്ലുള്ളത് കേട്ടോ. ഇതും കണ്ടമാനം പോയിട്ടുള്ളതാണ്, ഒറ്റ കല്ലിൻ്റെ കമ്മലും ഇതുമായിട്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഡാഡീനെ വിട്ടതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ചിക്കൻ്റെ ബോൺലെസ് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലുണ്ടെന്ന്, അതാണ് ഇന്നത്തെ സ്റ്റൂ കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ സ്റ്റൂ ആണെന്ന് തോന്നുകയും ചെയ്യും, എന്നാൽ അതിനകത്ത് കാര്യമായിട്ടൊന്നും ഇല്ലതാനും. അപ്പോൾ ഞാൻ തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടാൻ നിന്നിട്ടാണ് പിന്നെ സെക്കൻഡ് ഒരു ട്രിപ്പ് ഞാൻ ഇരിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞോട് കൂടിയിട്ട് ശരിക്ക് തുണികൾ വാഷ് ചെയ്ത് വരികയും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ മെയിനായിട്ട് ഇട്ടാൽ, അല്ലാണ്ട് തുണി ഇട്ടിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ആ ഗ്യാപ്പിൽ നമ്മളെന്തെങ്കിലും പണിയെടുത്ത് കഴിഞ്ഞാൽ ആ പരിപാടി കഴിയും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നേരെ വന്ന് പട്ടിയുടെ കൂട് നന്നായിട്ട് അങ്ങോട്ട് കഴുകി. കാരണം ഒന്ന് വെയിൽ ചെറുതായിട്ടൊന്ന് ഉദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ളൊന്ന് കഴുകി വെടുപ്പാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഭാഗം കഴുകാമെന്ന് വെച്ചപ്പോഴേക്കും അതിൻ്റെ ഇടയിലൊരു വലിയൊരു മഴ വന്നു കേട്ടോ. ആ മഴ വന്നോട് കൂടിയിട്ട് ഫുൾ ശീതലടിച്ച് ഇവിടെയൊക്കെ നിറച്ച് വെള്ളമായി. അപ്പോൾ ഇത് നമ്മുടെ പാച്ചുവിൻ്റെ സ്കൂളിൽ നിന്ന് ഇന്നലെ വായനാ ദിനം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിന് കുട്ടികൾക്ക് മറ്റേ അവിടെ നടത്തിയ ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ക്ലാസ്സിലത്തെ കുട്ടികളാണ് ഇത് മുഴുവൻ, പാച്ചുവിൻ്റെ. അപ്പോൾ നല്ല രസമാട്ടോ കുട്ടികൾ. അപ്പോൾ തോമുവിൻ്റെ വീഡിയോ ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബുക്സൊക്കെ വായിക്കുകയും എന്താ പറയുക, അവർക്ക് ഇഷ്ടമുള്ള ബുക്കുകൾ സെലക്ട് ചെയ്ത് അവർ വായിക്കണു വെക്കണു, അത് കാണാൻ നല്ല രസം.
ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്കൂളിൻ്റെ പ്രത്യേകത ഞാൻ പറയാറില്ലേ, എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ എല്ലാ കാര്യം അതുകൊണ്ട് തന്നെ ഇപ്പോൾ തോമുവിന് അവനെ ഭാവൻസിൽ പോയി കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര എളുപ്പമാണ്. അവിടെ ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞു, എന്ത് ചോദിക്കുമ്പോഴും അവൻ കാരണം ഫസ്റ്റ് സ്കൂളിൽ നിന്ന് തന്നെ അവൻ ഒരുവിധം എല്ലാതും പ്രീ കെ ജി അവിടെയായിരുന്നല്ലോ. ഇപ്പോൾ ഈ പാച്ചു ഈ വർഷമാണ് പ്രീ കെ ജിയിലായത്, ഇതുവരെ പ്ലേ സ്കൂളിലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ശരിക്ക് എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ കുട്ടികൾ ഒരുവിധം എന്താ പറയുക എല്ലാ കാര്യങ്ങളിലും ഒരു പക്വത വന്ന് ഇപ്പോൾ പാച്ചു നിസ്സാരം പറയുകയാണെങ്കിൽ ഈ വർഷം തൊട്ട് പോയി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് അവൻ പോട്ടി ട്രെയിനിങ് പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ മുഴുവൻ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഭക്ഷണം ശരിക്കും കഴിച്ചു തുടങ്ങി. കൊണ്ടുപോകുന്ന ഫുഡ് മുമ്പ് അവർ ഷെയർ ചെയ്യുക. അപ്പോൾ കണ്ട ഫുഡൊക്കെ അവങ്കൂടും കൂടെ ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ അങ്ങനെയല്ല, അവൻ തന്നെ കൊണ്ടുപോയ ഭക്ഷണം മുഴുവൻ കഴിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള കുറേ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിച്ചാൽ തന്നെ അവരുടെ ഉള്ളിലിരിക്കുള്ളൂ. നമ്മൾ വീട്ടിൽ എത്ര ട്രെയിൻ ചെയ്താലും സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ കുട്ടികളെ ആയാലും നമ്മളൊക്കെ സ്കൂളിൽ പോണത്. അല്ലെങ്കിൽ നമുക്ക് പുസ്തകമൊക്കെ എടുത്ത് വീട്ടിലിരുന്ന് പഠിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫസ്റ്റ് സ്കൂളിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ഇപ്പോൾ തോമുവിൻ്റെ കാര്യമായാലും ചാക്കോച്ചൻ്റെ പാച്ചുവിൻ്റെ കാര്യമായാലും ഏറ്റവും ഭംഗിയായിട്ട് ഇവിടം വരെ എത്തിയത് സ്കൂളിൻ്റെ മിടുക്ക് തന്നെയാണെന്ന് ഞാൻ പറയും കേട്ടോ. ചാക്കോച്ചനും 2-3 മാസം കഴിയാൻ കാത്തു നിൽക്കുകയാണ്. അവനെയും അങ്ങോട്ട് വിടാം. അവനെന്ന് ഭയങ്കര ഇഷ്ടമായി ഈ പാട്ടും ഡാൻസും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ 2 വയസ്സാവാണ്ട് ഒന്നും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവനെന്നും പാച്ചു പോകുമ്പോൾ പോണം എന്ന് പറയും. പക്ഷേ ഇതുവരെ നമ്മളങ്ങനെ വിട്ടിട്ട് 1-2 ദിവസം കൊണ്ടുപോയെങ്കിലും പിന്നെ പറ്റിയിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനിത് 2 വട്ടം ആഡ് ചെയ്തു തോന്നുന്നുണ്ട് കേട്ടോ വായനയുടെ ആ വീഡിയോ. സാരമില്ല, എന്താ ചെയ്യുക, ഞാൻ ഇപ്പോൾ എഡിറ്റ് വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാനത് കണ്ടത് കേട്ടോ. അങ്ങനെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ പാട്ട് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പണികളെടുക്കുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വരണോട് കൂടിയിട്ട് അടിച്ചു വാരലും കഴുകലൊക്കെ കഴിഞ്ഞോട് കൂടിയിട്ട് വാഷിംഗ് മെഷീനിൽ നിന്നും അപ്പോൾ അതിൽ നിന്ന് ഞാൻ തുണികളെടുത്തിട്ട് ഇതേ തോരയിട്ടു. അപ്പോൾ തോരയിടുന്നതിൻ്റെ മുമ്പായിട്ട് ഇവരെ ഞാൻ പൂട്ടിയിടും കേട്ടോ. അല്ലെങ്കിൽ ഇവർ ഞാൻ പറഞ്ഞില്ലേ കാലിൻ്റെ ഇടയിൽ കൂടെ കളിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് വലിയൊരു മഴ വന്നത്. അപ്പോൾ ഇത് ശീതലടിച്ചിട്ട് ഇവിടെയൊക്കെ നിറച്ച് വെള്ളമായി. അപ്പോൾ ഇപ്പുറത്ത് അന്നത്തെ പണി കഴിഞ്ഞ പിന്നെ അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരും. അപ്പം ഞാൻ കുറേ ദിവസമായി പറയണു ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. കാരണം ഈ വെള്ളത്തിൽ കൂടെ ചവിട്ടി തുണികൾ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ ഇത്തിരി പൊക്കിയിട്ട് എന്തെങ്കിലും ഇട്ടാൽ മതി, അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും അതിനൊരു സംഭവം കാണുന്നുണ്ട്. അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് കയറി വരിക ചെയ്യുക. അങ്ങനെ ഞാൻ എന്തായാലും വെള്ളമായതല്ലേ എന്നൊന്ന് അടിച്ച് കഴുകാമെന്ന് വെച്ചിട്ട് ഫുള്ളടിച്ച് കഴുകി. സാധാരണ ശനിയാഴ്ചയാണ് ഞാനത് ചെയ്യുക. ഫുള്ളടിച്ച് കഴുകി വരുമ്പോഴേക്കും ഡിമ്പിളുടെ സെക്ഷൻ അവർ പാക്കിങ് തുടങ്ങി. ഡിവൈൻ്റെ കഴിഞ്ഞിറങ്ങി. ഇനി അടുത്ത സെക്ഷൻ എനിക്കാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളാണ് പാക്ക് ചെയ്ത് തരാം കേട്ടോ. ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഒരു പുതിയൊരു വള വന്നിട്ടുള്ളതാണ് നമ്മുടെ ഡംബൽസിൻ്റെ റൂബി. അപ്പുറത്തും ഇപ്പുറത്തും ഒരേ ബോളും എനാമലും ആയിട്ട്, ബോളല്ല ഒരു ഇതും എനാമലും ആയിട്ട്. ആദ്യം കാണുന്നത് പണ്ടത്തെ പാറ്റേൺ, വെറുതെ ഒരു ബോളായിട്ട്. രണ്ടിനും 2 ഭംഗിയാട്ടോ. ഇത് നല്ല നിറഞ്ഞ് കിടക്കും, കൈമൊക്കെ ഇട്ടാൽ നിറഞ്ഞ് കിടക്കും. അത് എല്ലാ സൈസും ഉണ്ട്, 2 തൊട്ട് 10 വരെയുള്ള സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും മുമ്പ് 2-10 കിട്ടിയിട്ടില്ല എന്നുള്ളവർക്ക് ചോദിച്ചാൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ ചാക്കോച്ചൻ ഉച്ചയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാ കയറായി. അപ്പോൾ തോമു വരണതിൻ്റെ മുമ്പ് കയറി. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു അവനെ നേരത്തോടെ കുളിപ്പിക്കാനാണ് തോന്നുന്നുണ്ട്. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ഇവനും പാച്ചും മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ചളിയിൽ കളിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ഇന്നങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യം അക്കയുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങി നിൽക്കണ നേരത്തൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയാകുമ്പോൾ കുട്ടിയെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഡാഡി പോയി വന്നോട് കൂടിയിട്ട് പാച്ചു വന്നു. പാച്ചു യോഗ ഡേക്ക് പോയ വിശേഷങ്ങൾ, യോഗയുടെ കാര്യങ്ങളും ഒക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവിടെ നിന്ന് വീഡിയോ വന്നു. അപ്പോൾ എല്ലാ ദിവസവും അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസായിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നമ്മുടെ കുട്ടി ആ സ്കൂളിൽ എന്ത് ചെയ്തു, ആ പോയ സമയത്ത് എന്താണ് അവർ ചെയ്തതെന്നൊക്കെ ഉള്ളത് കാണാനായിട്ട് നമുക്കത് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇതാണ് അവൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ. യോഗ ഡേ ഇതാണ് കേട്ടോ. അപ്പോൾ ഡിംപിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോസ് വരുമ്പോൾ അവൾ സ്റ്റാറ്റസ് ഇടും. അത് കൂടാണ്ട് എനിക്കും ഡാഡിക്കും സെൻഡ് ചെയ്ത് തരും കേട്ടോ.
കാണാൻ വേണ്ടിയിട്ട്. അവൾ കിട്ടിയ അപ്പം തന്നെ ഞങ്ങൾക്ക് 2 പേർക്ക്, പിന്നെ ആൻസന് കുറേ പേർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. സ്ഥിരം അയക്കുന്നവരുണ്ട്. കാരണം അവൻ്റെ വളർച്ച കാണാനായിട്ട് ഏറ്റവും ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എന്താണ് ചെയ്യണേ, ഏതാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും സ്റ്റാറ്റസ് കണ്ട് അഭിപ്രായം പറയുമ്പോൾ അവൾക്കും അതൊരു സന്തോഷമാണ്. അങ്ങനെ ഇന്നത്തെ ഇവരുടെ ഭക്ഷണമൊക്കെ ഒരുവിധം എല്ലാവരുടെയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനും ഡാഡിയും ഉള്ളൂ. അപ്പോൾ ഡിമ്പിളിനോട് ഞാൻ പറഞ്ഞു വേഗം കഴിച്ചോ. ഡിമ്പിളിന് കഴിച്ചിട്ട് പാച്ചുവിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ എനിക്കും കഴിക്കില്ല. അപ്പോൾ ഇന്ന് മുളകിട്ട നല്ല എന്താ പറയുക പട്ടത്തി, നിങ്ങളെന്താ പറയുകയെന്ന് എനിക്കറിയാം, മറ്റേ മാന്തളിൻ്റെ വലുത്, പിന്നെ നല്ല മറ്റേ പടവലങ്ങ ഉപ്പേരി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ കേട്ടോ. ഡിവൈൻ വെച്ചതാണ്. പിന്നെ നല്ലൊരു ചമ്മന്തി, ഇത് 3ഉം കൂടി കൂട്ടിയിട്ട് നല്ല ചൂടുള്ള ചോറ് നല്ല മഴയത്ത് കഴിക്കുമ്പോൾ അറിയാമല്ലോ. അങ്ങനെ ഡാഡി പുറത്ത് പോയിട്ട് വരനോട് കൂടിയിട്ട് കുറേ ബജിയും സാധനങ്ങളും കൂടി കൊണ്ടുവന്നു. അപ്പം ഞാൻ വേഗം അത് കാസറോളിലേക്ക് ഇട്ട് വെച്ചു. കാരണം ചൂടാറി കഴിഞ്ഞാൽ തിന്നാൻ ഒരു സുഖം ഉണ്ടാവില്ല, വർഷക്കാലമായില്ലേ. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഓരോന്ന് 2 വാങ്ങി കൊണ്ടുവന്നേട്ടോ. അപ്പോൾ അത് വെച്ചപ്പോൾ ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ മുളക് ബജി ഒന്നും കഴിക്കില്ല, മറ്റേ എന്താ പറയുക സമോസ, മുട്ട ബജി അങ്ങനത്തെ സംഭവങ്ങളെ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ വന്ന വഴിക്ക് അതിൽ ഉണ്ടമ്പുരി അപ്പോൾ കണ്ടപ്പോൾ ഗോതമ്പുണ്ട കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനത് പറഞ്ഞാൽ അപ്പം തന്നെ കഴിച്ചു കേട്ടോ. പിന്നെ ഊണ് കഴിഞ്ഞിട്ട് ഇത് മാമ്പഴമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുട്ടികളോട് കിടന്നോളാൻ പറഞ്ഞിട്ട് ഞാൻ സാധാരണ ചെയ്യണ പോലെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഒതുക്കി ഒന്ന് ഇന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. എന്തോ ഇന്ന് എനിക്ക് ഒന്ന് കിടന്ന ഉറക്കം തൂങ്ങി തുടങ്ങി. അപ്പം ഞാൻ 3:15 കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ട് കിടക്കാനായിട്ട്. ആ കിടന്നതും ആദ്യം കൊറിയറുകാരൻ വന്നു, കൊറിയർ ബോയ് വന്നു. അപ്പം നാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സോഫയ്ക്ക് കാല് വാങ്ങിച്ചിട്ടുണ്ട്, ലെഗ് മറ്റേ ഇത് ഹൈറ്റ് വെപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ റോബോട്ടിനെ അടിയിൽ കൂടെ പോകാൻ പറ്റണില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഡാഡി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ പ്ലം. അങ്ങനെ ഞാൻ കിടക്കണ നേരത്തെ തന്നെ ഡോൺ ഒരു പണിക്കാരനെ വിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ബാക്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ ടൈലൊട്ടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി ചെയ്യാണ്ട് പറ്റില്ല. അപ്പോൾ അത് അവരളവും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ 2-3 ഓപ്ഷൻ അവർ പറഞ്ഞു. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഭംഗി പോലെ ചെയ്തില്ലെങ്കിൽ കാര്യമില്ല. കാരണം അത് ഒന്നെങ്കിൽ നല്ല ഗ്രിപ്പുള്ള ടൈൽസ് ഇടണം, അല്ലെങ്കിൽ സിമെൻറ്റ് ഇട്ടിട്ട് കാര്യമില്ല, സിമെൻറ്റ് ഓൾറെഡി കിടക്കണതാണ്. അപ്പോൾ അത് ആലോചിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആളെ വിട്ടു. അളവും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇനി കിടന്നാൽ ശരിയാവില്ല, എന്നാൽ പിന്നെ ഒതുക്കാം എന്ന് വിചാരിച്ച്. കാരണം എനിക്ക് ലുലുവിലേക്കോ അല്ലെങ്കിൽ ബിസ്മിയിലേക്കൊക്കെ ഒന്ന് പോവാറായിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ ഒക്കെ എന്താ പറയുക കാലിയായി. റവ ആയാലും മൈദ ആയാലും അല്ലാതെ ഒരുവിധമൊക്കെ കാലിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമ്മൾ നോക്കുമല്ലോ, സ്റ്റോക്ക് എടുപ്പ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനാണ് സാധാരണ ചെയ്യുക, ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കലൊക്കെ അത് എൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി അതോടുകൂടി ചായ വെച്ചു. പക്ഷേ എൻ്റെ ശ്രദ്ധ ചായയിൽ നിന്ന് പോയി ചായ ഒന്ന് തിളച്ച് ഒച്ച കേട്ടപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കണത്. പിന്നെ ഡാഡി വന്നിട്ട് ചായ ആറ്റി ഡാഡിയാണ് ഗ്ലാസ്സിലൊക്കെ ആക്കിയത്. എൻ്റെ ഇതൊന്ന് കഴിയട്ടെ വെച്ചിട്ട്, കാരണം കുട്ടികൾ വരുമ്പോഴേക്കും ഇത് കഴിഞ്ഞില്ലെങ്കിൽ അവർ ചിലപ്പോൾ ഓരോ ടിന്നും കൊണ്ട് ഓടും. അപ്പോൾ നമുക്കത് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ഒതുക്കി, ഈ കള്ളി മൊത്തം ഒതുക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇവിടെയും അപ്പുറത്തുമാണ് ഞാൻ സാധാരണ ടിന്നുകളിൽ സ്റ്റോക്കായിട്ട് ചെയ്യുക. പിന്നെ ഓവൻ്റെ മുകളിലത്തെ കള്ളികൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഒതുക്കി വെക്കണത്. അപ്പോൾ ഞാൻ ഇപ്പുറത്തും കൂടി ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് കൂടിയിട്ടായിട്ട് നിന്നു. അപ്പോൾ ഡിംപിളും മോനും എണീറ്റിട്ടില്ല, പിന്നെ ഡിവൈനും അവരും താഴേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ പറയും നിങ്ങൾ കുറേ ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതി, അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാം. കാരണം ഇവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബഹളമാണ്. 3 പേരും കൂടിയിട്ട് പേടിയാവും, വീഴുമോ, എല്ലായിടത്തും തലയിടിക്കുമോ, ആ ഒരു പേടിയാണ് നമ്മൾ ഇവർ 3 ആൾ കളിക്കുമ്പോൾ കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പം മഴയായതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. അപ്പോൾ അതിന് കുറേ കരയും മുറ്റത്തേക്ക് ഇറക്കാൻ പറഞ്ഞിട്ട്. മുറ്റത്താന്ന് വെച്ചാൽ മുമ്പിൽ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇവർക്ക് 2 പേർക്ക് നമ്മുടെ 11 കുശനും, അതായത് ചെറിയവർക്ക് 2 പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചളിയിലൊക്കെ ഒന്ന് കാലൊക്കെ തല്ലി കളിക്കാനായിട്ട്, അല്ലെങ്കിൽ വണ്ടി അതിൽ ഓടിക്കുക, ഇങ്ങനത്തെ കുറേ കുട്ടിക്കുറുമ്പുണ്ട് അവരുടെ കയ്യിൽ കേട്ടോ. അപ്പോൾ ഈ ഭാഗം ഫുള്ള് ഞാൻ ഒതുക്കി. അപ്പോഴാണ് ഇവിടേക്കും കൂടി നോക്കാം. ഇതിലാണ് സാധാരണ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് അതിറക്കി. അപ്പോൾ നിങ്ങളായാലും ഈ വർഷക്കാലം ആകുമ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങൾ ഒന്നെടുത്ത്, അഥവാ വെയിൽ കണ്ടു എന്ന് വെച്ചാൽ ഒന്ന് വെയിലത്തൊക്കെ ഒന്ന് ഇട്ടെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പാത്രം കഴുകാനും നിൽക്കണ്ട, കഴുകിയാൽ ചിലപ്പോൾ ഉണങ്ങാൻ കിട്ടില്ല. നല്ലോണം തുടച്ചാൽ മതി. തുടച്ച്
ഒന്ന് വെയിലൊക്കെ കൊള്ളിച്ച് എടുത്തു കഴിഞ്ഞാൽ പൂക്കാണ്ട് ഇരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ഈ പൊടികളും കാര്യങ്ങളൊക്കെ പൂത്ത് പൂട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ള പുട്ടുപൊടി, റാഗി പൗഡർ, പിന്നെ നമ്മളുടെ പാലപ്പത്തിൻ്റെ പൊടി. അപ്പോൾ ഈ പാലപ്പത്തിൻ്റെ പൊടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് പൊടി എന്ന് അതും എഴുതിയേക്കണം. ഞാനിതുവരെ അത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു നമുക്ക് നാളെ ഉണ്ടാക്കാം, ശനിയാഴ്ച രാത്രി ഉണ്ടാക്കാം, വല്ല നോൺ കറിയൊക്കെ വെച്ചിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ദേ കുടപ്പുളി ഫില്ല് ചെയ്തു, പിന്നെ സാധാരണ വാളംപുളി ഫില്ല് ചെയ്തു. ആ ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ അപ്പം അതാത് ടിന്നുകളിലും കാര്യങ്ങളിലൊക്കെ ആക്കി സ്റ്റോക്ക് എടുത്തു വെച്ചു. കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സാധനം കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ അവർ ഈ തിക്കും തിരക്കിൻ്റെ ഇടയിൽ എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനാണ് അതൊക്കെ റീഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ സാധാരണ വാളംപുളിയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ഡീപ്പ് പ്രോട്ടീൻ ഉണ്ടായിരുന്ന ഒരു ബോട്ടിൽ, അപ്പോൾ അത് ഞാൻ പിന്നെ എടുത്തിട്ടില്ല. ഇത് നമ്മുടെ ഫ്രൈംസ് കുപ്പിയിലിട്ടിട്ട് ബാക്കി വന്നത് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കുപ്പിയിലിടാം. ആദ്യം ഞാൻ കുപ്പിയിലിടാൻ വെച്ചിട്ട് എടുത്തു, പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഇടാം, ഇടയിൽ വെച്ചിട്ട് ഇടണ്ടെന്ന് ചോദിച്ച് ഞാൻ തിരിച്ച് അതിലേക്ക് തന്നെ വെച്ചു കേട്ടോ. അങ്ങനെ അതേ ആ ടിന്നുകൾ മുകളിലത്തെ മൊത്തം കാലിയായി. ഇനിയുള്ളത് അതാ മീറ്റ് മസാലയാണ്. അപ്പോൾ മീറ്റ് മസാല സാധാരണ കുഞ്ഞിയ കുപ്പിയുണ്ട്, അപ്പോൾ അതിലേക്ക് ഇവർ പകർത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതെടുത്ത് ആ കുഞ്ഞിയ കുപ്പിയിൽ പകർത്തി, അതുപോലെ കുത്തിപ്പൊടി എടുത്തിട്ട് മറ്റേ ടിന്നിലേക്ക് പകർത്തി. സാധാരണ കുറേശ്ശെ എടുത്തിട്ട് പകർത്താൻ, ഇത് ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ പൂക്കാനുള്ള ചാൻസ് ഇല്ല. നല്ലോണം എന്താ പറയുക, കുരുവാണ് നല്ലത്, കുരുവാണ് അധികം ഉള്ളത്. അപ്പോൾ കുരു അധികം ഉണ്ടാകുമ്പോൾ അങ്ങനെ പൂക്കാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ കുത്തിപ്പൊടി ഇപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതും കൂടി പകർത്തി വെക്കാമെന്ന്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഈസ്റ്റ് അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതെനിക്ക് സ്ഥിരം വയ്ക്കുന്ന ഒരു പാത്രമാണിത് കേട്ടോ, ഈസ്റ്റും സാധനങ്ങളും. അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ്, ചില്ലി സോസ് ഒക്കെ വെക്കുന്ന ബോക്സ് ഉണ്ട്. അതൊക്കെ കുറേ നാളുകളായിട്ട് ആ ഒരൊറ്റ ബോക്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഇത് ഇന്ന സ്ഥലമാണ്. ഈ കപ്പ് നിങ്ങൾക്ക് പലർക്കും അറിയാം. എൻ്റെ അപ്പച്ചൻ ഫസ്റ്റ്, അതായത് ഈ കപ്പിന് ഒരു 45 വർഷം പഴക്കണ്ട ആ സെറ്റിന്. കോഫി സെറ്റാണ്. അപ്പോൾ അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയും പറയില്ല കേട്ടോ അത്. അപ്പോൾ അത് ഇങ്ങനെ മുമ്പിലിരിക്കുമ്പോൾ എപ്പോഴും നമ്മളുടെ പണ്ടത്തെ കാലം ഓർമ്മ വരും. അപ്പച്ചൻ ഗൾഫിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഓർമ്മ വരും. പെട്ടി പൊട്ടിക്കണത്, പെട്ടി പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയൊരു സംഭവമല്ലേ. ഗൾഫിൽ നിന്ന് വരുമ്പോൾ 3 മാസം കൂടുമ്പോൾ വരും. അപ്പോൾ റിഗിലായിരുന്നു. അപ്പോൾ 3 മാസം കൂടുമ്പോൾ വരുമ്പോൾ പെട്ടിയും കൊണ്ടാണ് വരിക. നല്ല ചക്രമുള്ള പെട്ടി എന്നാണ് പറയുക പണ്ട്. അതൊക്കെ ഒരു കാലം. അങ്ങനെ നമ്മുടെ സോസുകൾ, ചില്ലി സോസും ഒരു വശത്ത്, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ടൊമാറ്റോ കെച്ചപ്പ് വേറെ ഒരു പാത്രത്തിൽ. അതൊക്കെ സ്ഥിരം ഈ പാത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെയും അന്വേഷിക്കേണ്ട, അതാ തുറന്നു കഴിഞ്ഞാൽ സംഭവമായി. അപ്പോൾ ഈ പിസ്സ കൊണ്ടുവരുമ്പോൾ അതിൽ ചില്ലി ഫ്ലേക്സോ ഒറിഗാനോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് സാധാരണ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ അതിങ്ങനെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ വല്ല സാലഡും കാര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ ഇതാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിന് ഫ്രിഡ്ജിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിലാണ് സ്ഥിരം ഇട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അത് കൊണ്ടുവന്ന് ബോക്സിലിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ നമ്മൾ എപ്പോഴും ഇവിടെ സാലഡൊക്കെ ഉണ്ടാക്കണതല്ലേ, അപ്പോൾ ഇതാണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ അതും അങ്ങോട്ട് മാറ്റി വെച്ചു. ഇത് ശരിക്കും നമുക്ക് ബെസ്റ്റിൽ നിന്ന് കിട്ടും. സാധാരണ ഇങ്ങനത്തെ റീഫിൽ പാക്കറ്റ് നമുക്ക് കിട്ടും കേട്ടോ അവിടെ നിന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിൽ നിറച്ച് കുരുവാണെന്ന്. അപ്പോൾ ഇത് നമ്മുടെ ലുലുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ പകർത്തിയത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ലുലുവിലോ, അല്ലെങ്കിൽ അധികം സാധനങ്ങൾ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഞാൻ ബിസ്മിയിലേക്ക് പോകാറ് കേട്ടോ. മസാലയൊക്കെ ലുലു ആണെങ്കിൽ പോലും ബാക്കി സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാൻ ബിസ്മിയാണ് ഇഷ്ടം. ഞാൻ എപ്പോഴും പറയണ പോലെ ബിസ്മിയിലാണ് എനിക്ക് കുറച്ചും കൂടി പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് എനിക്ക് താല്പര്യം അവിടെ നിന്നാണ്. കാരണം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞാൻ ഇപ്പോൾ സ്ഥിരം ഞങ്ങൾ കഴിക്കുന്നത് ഈ മില്ലറ്റിൻ്റെ ഈ ചീസ് ബോൾസും സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ടത്തെ ഒരു പോംസി ഉണ്ട്, അതിൻ്റെ ഫ്ലേവറാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വലിയ ഉപദ്രവം ചെയ്യാത്ത സാധനം ആയതുകൊണ്ട് തന്നെ ഒരു 10 എണ്ണമൊക്കെ തിന്നുമ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ ഉറക്കം തൂങ്ങുമ്പോൾ കഴിക്കാമെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു പുളിയും എരിവും ഒക്കെ കൂടിയിട്ടുള്ളതാണ്. ചീസ് ബോൾസിൽ അങ്ങനെ എരിവൊന്നുമില്ല കേട്ടോ. മറ്റേ ടൊമാറ്റോ ഇതിൻ്റെ ഒരു ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ട്. തോമുവിൻ്റെ ഫേവറേറ്റ് അത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഇന്ന് ബാക്കി പാക്ക് ചെയ്യേണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല വളയാണ്. ഞാൻ പലവട്ടം ഒക്കെ പറഞ്ഞു, എല്ലാ സൈസും ഉണ്ട് കേട്ടോ. പ്ലേറ്റ് ചെയ്ത് വന്നിട്ടില്ല, 2 മാത്രമേ പ്ലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ, ബാക്കിയൊന്നും വന്നിട്ടില്ല, കുറേ വരാനുണ്ട്. അങ്ങനെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്ന് നേരത്തോടെ ഫുഡ് കഴിച്ചു. കാരണം ഞങ്ങളൊക്കെ പ്രിൻസ് കണ്ടെങ്കിലും ഡിംപിൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രിൻസ് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് മഷ്റൂമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ.
ഭയങ്കര ടേസ്റ്റായിരുന്നു ഇന്നത്തെ മഷ്റൂം. എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. കുട്ടികളോട് ഞാൻ ചോദിച്ചില്ല. സംഭവം ബാക്കി കറികളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ശരിക്കും ആ ചീനച്ചട്ടിയിൽ കുറച്ച് ചോറിട്ട് ചൂട്ടോടെ കഴിക്കുക ചെയ്തത്. അത് കഴിഞ്ഞ് ഇതേ ഷെയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഷെയ്ക്കിൽ ഫുൾ നട്ട്സും കോൺഫ്ലേക്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ടിട്ടായിരുന്നു. ശരിക്കും റിച്ചായിട്ടുള്ള ഒരു ഷെയ്ക്ക് എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു. ഓട്സ് ഒക്കെ ഇട്ടിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് കുറച്ചും കൂടിയും ഡ്രൈ ഫ്രൂട്ട്സും അതൊക്കെ ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചപ്പോൾ ആ ഗ്ലാസ്സിൽ എന്താ വെച്ചേക്കണമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവാണ്ടിരിക്കാനായിട്ടാണ് കോഫി മഗ്ഗിൽ ഒഴിച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം ഈ രാത്രി നേരത്ത് അവർക്ക് ഈ തണവുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ട് വല്ലതും വരണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടീ കപ്പിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാത്രിയിലത്തെ പരിപാടികളൊക്കെ ഞാൻ പറഞ്ഞില്ല ഇന്ന് നേരത്തോടെ കഴിഞ്ഞു എന്ന്. അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു വേഗം പോയി കുളിച്ചോ. ഡിമ്പിളിനോട് ഞാൻ പറഞ്ഞു പാച്ചുവിനെ റെഡിയാക്കിക്കോ, ഞാൻ വേഗം കിച്ചൺ ഒതുക്കിയിട്ട് വരാം. അപ്പോൾ നേരത്തോടെ സിനിമയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നേരത്തോടെ കിടക്കും. അപ്പോൾ ഡോണും ഡാഡി ഓൾറെഡി കണ്ടതുകൊണ്ട് അവർ കിടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോണിൻ്റെ അടുത്ത് പാച്ചും ചാക്കോച്ചനും തോമും, ഡാഡിയുടെ അടുത്ത് പാച്ചും, അങ്ങനെ അവർ അവിടെ കിടന്നുറങ്ങി. പിള്ളേർ സിനിമ ഇരുന്ന് കാണുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിലിടയിലൊരു പാട്ട് വന്നപ്പോൾ ആ പാട്ടിൻ്റെ ഗ്യാപ്പിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ വോയിസ് ഓവർ കൊടുത്ത് ചെന്ന് കഴിഞ്ഞ് സിനിമ കഴിയുമ്പോഴേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും കിടക്കാമല്ലോ എന്ന് വിചാരിച്ചു. സമയം ഇത്രയേ ആയിട്ടുള്ളൂ കേട്ടോ ഇന്ന്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും പുതിയതായിട്ടൊന്നുമില്ല. പതിവ് പോലെ നല്ല ഒരു എന്താ പറയുക ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. വേറെ ആർക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ ഉഷാറായിട്ടുള്ള ഒരു ദിവസം. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ശനിയാഴ്ച, മറ്റന്നാൾ ഞായറാഴ്ച, 2 ദിവസം ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എന്താ പറയുക നല്ല മേളമുള്ള സമയമാണ്. അപ്പോൾ എന്നാലും അതും ഒരു സന്തോഷമല്ലേ. അപ്പോൾ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് കുട്ടികളെയും കൊണ്ട് പോകണം എന്നൊക്കെ ഉണ്ട്, നടക്കുമെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് കേട്ടോ. നാളെ നമുക്ക് കാണാം. അതുവരേക്ക് ബൈ.